നമ്മൾ പൊതുവെ നമ്മുടെ ഉള്ളിലൊരു മാറ്റം വരുത്താൻ, പ്രത്യേകിച്ച് നമ്മുടെ മനസ്സിൽ, മറ്റ് ആന്തരിക അവയവങ്ങൾ നമുക്ക് എന്ത് മാറ്റം വരുത്താൻ പറ്റും? ഒരു പക്ഷേ ഡോക്ടേഴ്സിന് പറ്റുമായിരിക്കാം, ഒരു ഹാർട്ട് മാറ്റിവെക്കലും കിഡ്നി മാറ്റിവെക്കലൊക്കെ. പക്ഷേ ഈ മനസ്സിനെ കുറിച്ച് നമ്മളാരും അത്ര ഗൗരവത്തിൽ ചിന്തിക്കാറില്ല. പക്ഷെ ആ മനസ്സിലാണ് നമ്മുടെ സകല പോരായ്മകളും കഴിവുകളും ഇരിക്കുന്നത്. പക്ഷെ അതിൻ്റെ പോരായ്മകളെ മാത്രം, ദൗർബല്യങ്ങളെ മാത്രം നാം ചിന്തിച്ചു കൊണ്ട് നടന്നാൽ ആ വ്യക്തിയുടെ ജീവിതം അമ്പേ പരാജയം. എന്നാൽ ആ പ്രശ്നങ്ങളെ മാറ്റി അതിലുള്ള കഴിവുകളെ നമ്മളൊന്ന് ഉണർത്തിയെടുക്കുകയാണെങ്കിൽ ആ കഴിവുകൾ വികസിപ്പിക്കാൻ സാധിക്കുന്നവർക്ക് ജീവിതം വൻ വിജയമാക്കി മാറ്റാം. ഇപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ഇപ്പം വീട്ടിൽ അമ്മമാർ അരി കഴുകുമ്പോൾ അതിൻ്റെ അകത്ത് കല്ലുണ്ടാവും, അരിച്ചെടുക്കുക. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പഴയ കാലത്ത്, ഇപ്പം എനിക്കറിയില്ലേ, പണ്ട് കാലത്ത് ഈ സ്വർണ്ണക്കടയിലൊക്കെ രാവിലെ കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആളുകൾ വന്ന് അവിടുത്തെ ആ കടയുടെ മുന്നിലുള്ള മണ്ണെല്ലാം ബ്രഷ് കൊണ്ട് അങ്ങനെ പതുക്കെ പതുക്കെ കൂട്ടി അവരൊരു പാത്രത്തിലാക്കിയിട്ട് എന്നിട്ട് അവർ അരിച്ചെടുക്കും. അപ്പം അതിൽ നിന്നൊരു പക്ഷേ വളരെ .something ഗ്രാം അവർക്ക് കിട്ടിയാലായി. കാരണം ഇവർ ഉരച്ചു നോക്കുമ്പോൾ താഴെ വീഴുന്ന സ്വർണത്തിൻ്റെ പൊടി അങ്ങനെയൊക്കെ ഉള്ളതായിരിക്കാം, അത് ഇവർക്ക് കിട്ടും, അത്രേ കിട്ടുള്ളൂ. പക്ഷെ നമുക്കൊരു കുമ്പാരം മണ്ണിൽ നിന്ന് ഒരു ലേശം സ്വർണം എന്നതുപോലെ നമ്മുടെ മനസ്സിനെ നമുക്ക് കാണാൻ പറ്റുക. ഒരുപാട് പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ചിന്തകൾ, അതിൽ അന്തർലീനമായി കിടക്കുന്ന ശക്തി, കഴിവ്. പക്ഷെ ഭൂരിപക്ഷം ആളുകളും അന്തർലീനമായി കിടക്കുന്ന ശക്തിയെ, കഴിവിനെ വികസിപ്പിക്കാൻ പറ്റാതെ ദുർബലരായി ജീവിതം തീർക്കുന്നവർ കാണാം നിങ്ങൾക്ക് ഒരുപാട് ആളുകൾ. അപ്പോൾ എന്തുകൊണ്ട് അവരങ്ങനെയായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും കാലം അല്ലെങ്കിൽ സാഹചര്യം ഞങ്ങൾ അങ്ങനെയാക്കി. ഞാൻ ഇന്നൊരു അമ്മയെ കണ്ടേ, ഞാനിത് പറയാൻ കാരണം അവർ 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. കാരണം അന്നത്തെ സാഹചര്യങ്ങൾ. പിന്നെ അവർ കല്യാണം കഴിഞ്ഞു, സ്വന്തമായിട്ടൊരു വരുമാനത്തിന് അവർ പശു വളർത്തൽ തുടങ്ങി. അങ്ങനെ പശുവിനെ വളർത്തി. പിന്നെ അവർ പറഞ്ഞു, സ്വാമിജിയുടെ ഏഷ്യാനെറ്റ് പ്രസംഗം ഞാൻ കേൾക്കാൻ തുടങ്ങി. എനിക്കൊന്നും അറിയില്ല. പക്ഷെ ഭാഗ്യത്തിന് അവരുടെ അടുത്തൊരു വീട്ടിൻ്റെ അടുത്തൊരു അധ്യാപികയോ ആരോ ഉണ്ട്, അവരെടുത്ത് ചെന്ന് ഇതിങ്ങനെയൊക്കെ പഠിക്കാൻ തുടങ്ങി. ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞാൽ വിശ്വാസമില്ല, ഒരു മൂലഭാഗവതം സംസ്കൃതം വായിക്കുന്നു, നാരായണീയം വായിക്കണം, അങ്ങനെയൊക്കെ വായിക്കാൻ അവർ പരിശീലിച്ചെടുത്തു. അപ്പം നോക്കൂ, അവർ പഠിച്ചിട്ടില്ല, എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയില്ല, എനിക്കിതിലൊന്നും ഒരു സൗകര്യം ഉണ്ടായിരുന്നു, കുറ്റം പറഞ്ഞിരിക്കാം.